ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അവലും തേങ്ങയും വെച്ചിട്ട് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് അവലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ അത് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ അവലും തേങ്ങയൊക്കെ നല്ല പോലെ വറവായി വന്നിട്ടുണ്ട്. കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്ന പാകത്തിന് വറുത്തെടുക്കണം. ഇനി ഇത് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ നമ്മുടെ അവലും തേങ്ങയൊക്കെ നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറഞ്ഞ അളവിലായതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, തരുതരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ദാ ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു പാനിൽ 3 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള അവലും തേങ്ങയും ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 10 കാഷ്യൂ നട്ടും കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടേ ഉള്ളൂ. ഒന്നും കൂടി ക്രഷ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരുപാട് തണുത്ത് പോവരുത്, ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള ചൂടാകുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ അതായത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ദാ ഞാനിത് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.